ഹ്യൂമർ ഉണ്ടാകുന്നത് പല വിധത്തിലാണ്. സംഭാഷണങ്ങളിലുണ്ടാകാം, ജീവിതത്തിൽ. ഇപ്പോൾ നമ്മളെ ക്രോണിക് ബാച്ചിലറിൽ ആ കടയിൽ വീഴുന്ന, ആ തട്ടി വീഴുന്നതും കള്ളുകുടിയം വന്ന് പിടികൂടുന്നതും ഒക്കെ ലൈഫിലുണ്ടായ ഹ്യൂമറാണ്. അങ്ങനെ ഈ ലൈഫിലുണ്ടാകുന്ന ഇത്തരം ഹ്യൂമറുകൾ സിനിമയിൽ വരുമ്പോഴാണ് ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചതാണല്ലോ എന്ന് നമ്മളൊക്കെ തിരിച്ചറിയാം. ഈ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് യാഥാർത്ഥ്യമായിട്ടുള്ള തമാശകൾ അത് നമുക്ക് സിനിമയിൽ കാണിക്കുമ്പോഴാണ്, സിനിമയിലല്ലേ എവിടെ കാണിച്ചാലും അതിൻ്റെ വേദനയും ഉണ്ടാവും അതിൻ്റെ അകത്ത്, പക്ഷേ അതിന് തമാശ ഉണ്ടാവും. അതുകൊണ്ടാണ് ചാപ്ലിൻ സാറിൻ്റെ ഒക്കെ ചാർലി ചാപ്ലിൻ്റെ ഒക്കെ പടങ്ങൾ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നത്. ഇതുപോലെ തന്നെ പള്ളുരുത്തിയിലുള്ള എൻ്റെ വൈഫിൻ്റെ ഒരു ചിറ്റമ്മ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വരിക. പള്ളുരുത്തിയിലുള്ള എൻ്റെ വൈഫ് അല്ല, പള്ളുരുത്തിയിലുള്ള ഒരു വൈഫും കൂടെ അല്ല, ഇത് വേറെ കാര്യമുണ്ട് മോനെ. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഒരു ഗ്യാപ്പും ഒക്കെ ഉണ്ട്. അത് പഠിക്കണം ആദ്യം. പള്ളുരുത്തിയിലുള്ള എൻ്റെ വൈഫിൻ്റെ ചിറ്റമ്മ. അങ്ങനെ ചിറ്റമ്മ ഇത്രയുള്ളൊരു കുട്ടിയും കൂടിയിട്ട് അവിടെ നിന്ന് പുറപ്പെടുകയാണ് എങ്ങോട്ട്, ഹൈക്കോടതിയിൽ എൻ്റെ വീടിൻ്റെ അടുത്തേക്ക്. ഈ കുട്ടി ജന്മം ചെയ്താൽ നടക്കൂല, പണ്ടേ നടക്കില്ല. അല്ല, ഇത് എങ്ങനെ ഉണ്ടെങ്കിലും നടക്കൂല. അന്ന് നടക്കൂല. നടക്കുന്ന കുട്ടിയാണ്. നടക്കാൻ പറ്റില്ല ഇനി. കാരണം ഈ കുട്ടിയെ വലിച്ചു കൊണ്ടുപോകണം, ഭയങ്കര കരച്ചിൽ. കാരണം ഇത് തടിയുണ്ട് ഇവരാണ് എടുക്കയില്ല, ഇവർക്ക് നടക്കാൻ പറ്റൂല. കുട്ടി എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ്, കുട്ടിയെ എടുക്കണമെന്ന് പറഞ്ഞ് കുട്ടി കരച്ചില്ല. ഇവരെ വലിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. പോയി അവിടെ പള്ളുരുത്തി ജംഗ്ഷൻ ചെന്നപ്പോൾ ഒരു വണ്ടി കറക്റ്റായിട്ട് വണ്ടി അവിടെ നിൽക്കുന്നു. ഇവിടുന്ന് പോകാൻ വലിച്ചിട്ട് പോകാഞ്ഞിട്ട് ആ വണ്ടി പോവുകയും ചെയ്തു. അതിനൊരു പിച്ചും അടിയും വേറെ. അങ്ങനെ ഒരു കണക്കിന് റോഡ് ക്രോസ് ചെയ്തപ്പോൾ വേറൊരു വണ്ടി വന്നു, അതിലേക്ക് പൊക്കി കൊച്ചിനിട്ട് അങ്ങനെ ഇവർ യാത്ര എടുത്തു. വണ്ടിയിൽ ഭയങ്കര കരച്ചില്ല. അപ്പോൾ അവർ ചോദിച്ചു, പരിചയമുള്ള വണ്ടിക്കാരാ, എന്താണെന്ന് വെച്ചാൽ നടക്കില്ല, ഇവൻ ജന്മം ചെയ്ത് നടക്കില്ല, ഭയങ്കര വാശി, അങ്ങനെ പറ്റില്ലല്ലോ. അങ്ങനെ ഹൈക്കോടതി ജംഗ്ഷനിൽ വന്നു, അവിടെ ഇറങ്ങിയിട്ട് അവിടെ നടക്കുന്നില്ല. അവിടെ നിന്ന് പിന്നെയും പിച്ച് ഇവൻ അടിയെ കൊടുത്ത് നടത്തി എൻ്റെ വലിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ചിറ്റമ്മ ഇവനെന്താ കരയണേന്ന് വെച്ചപ്പോൾ നടക്കില്ല മോനെ, ഇത്ര വലുതായില്ല, ഒന്ന് നടന്നൂടെ ഇവന് ഈ ഇത്രയും ശരീരം വെച്ച് എനിക്ക് കിടക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാനിങ്ങനെ നടക്കില്ല. അപ്പം ഞാൻ എന്തെങ്കിലും നടക്കാൻ പറ്റാത്ത, ഇവന് വല്ല അസുഖമുണ്ടോ? ഒന്നുമില്ല, അവൻ്റെ മടി നടപ്പിച്ചു. അപ്പം അവൻ നടത്തി വെച്ചു. അപ്പം അവൻ ഇങ്ങനെ നടക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വല്ല അസുഖമാണെന്ന്. പിന്നീട് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവൻ ട്രൗസർ ഇട്ടേക്കണ. ആ ട്രൗസറിന്റെ ഒരു കാലില് ഈ രണ്ട് കാലും കൂടി കയറ്റിയേക്കുക, ഒരു കാല് പുറയിൽ ഇങ്ങനെ കിടക്കുക. ഇങ്ങനെ ഈ കൊച്ചു ഇങ്ങനെ നടക്കുക. ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ പള്ളുടുത്ത് തുടങ്ങി ആയിക്കോട്ട് വരെ ഈ കൊച്ചു ഇങ്ങനെ പോവാ. ഈ ഒരു കാലിങ്ങനെ കൊച്ചിന്റെ ഇവിടെ കിടക്കുകയാണ്, ഇങ്ങനെ ട്രൗസറിന്റെ കാല്. എന്നാ ഇതിന്റെ അച്ഛനാണെങ്കിലോ, എന്റെ അമ്മേ, ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ അപാര ഡ്രസ്സിംഗ് ആണ് ഇയാള്. ഏറ്റവും വില കൂടിയ തുണി, ഡെനിം, അങ്ങനെയുള്ള എല്ലാം വില കൂടിയ മറ്റുള്ളവന്റെ ഡ്രസ്സിനെ കുറ്റം പറയും. അതങ്ങനത്തെ ഒരു അങ്ങനെ ഉടുക്കുന്ന ആൾക്കാരുടെ സ്വഭാവം അതാണ്. ഇതെവിടെ തയ്ച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട്, എന്താ ഇതെന്താ എവിടെ തയ്ച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കും. ഇതെവിടെ ഈ പാന്റ് തയ്ച്ചത്? ഈ പാന്റ് തയ്ച്ചത് തൃപ്പൂണിത്തുറ തന്നെ തയ്ച്ചതാ. ആണാ? പക്ഷെ പാന്റ് തയ്ക്കണം ബാംഗ്ലൂർ തയ്ക്കണം. ബാംഗ്ലൂർ പറഞ്ഞാല് ഒരു പാന്റായിട്ടൊന്നും തയ്ക്കൊന്നുമില്ല. മിനിമം ഒരു 10 പാന്റ് ആണെങ്കിൽ മാത്രമേ അവർ ഓർഡർ എടുക്കൂ. 10 പാന്റ് ഒന്നിച്ച് തയ്ക്കും, അല്ലാതെ എടുക്കില്ല. എത്ര രൂപ തയ്ക്കണം? 750 രൂപ. 750 രൂപ. അവിടെ 750 രൂപ ഒരു പാന്റ്. 10 പാന്റായിട്ട് എടുക്കണം. അവിടെ നമ്മൾ പോയി തയ്പ്പിക്കാൻ പറ്റുമോ? അത് മോനെ, അതിന്റെ ഒരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ കാണില്ല, അത്ര ഫിനിഷിംഗ്. നമുക്ക് പോയാൽ അവർ തയ്ച്ചു തരും ഒരു പാന്റ്? അതല്ല, അങ്ങനെ തരില്ല. അത് അവിടെ തയ്ക്കുന്ന ഒരാളുടെ റെക്കമെൻഡേഷൻ വേണം. അതിന് ലെറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടും. അത്ര ഡിമാൻഡ് തയ്ച്ചു ഞാൻ മാഷെ കളിയായിട്ട് പറഞ്ഞല്ല. അവിടുത്തെ പാന്റ് വെച്ചല്ല, അതിന്റെ ഒരു ഫിനിഷിംഗ് കണ്ടിട്ടുണ്ടാ? ഇതിങ്ങനെ ഇരിക്കും, ഇതുണ്ട, ഇതാണ് അവിടുത്തെ ബാംഗ്ലൂർ ഇരിക്കുന്ന പാന്റ് ഫിനിഷിംഗ്. മനസ്സിലായില്ലേ? അയാൾ കാണിച്ചു തന്നു. അയാൾ കാണിച്ചത് ഞാൻ ഒരു വൃത്തികെട്ട തയ്യൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വലിഞ്ഞു കയറിയിട്ട്, ഇതാണ് ബാംഗ്ലൂർ തയ്ക്കണ 750 പാന്റ്. അത് 10 ഒന്നിച്ചേക്കൊള്ളു. റെക്കമെൻഡേഷൻ ലെറ്റർ, ഡെനിമിന്റെ തുണി.